നിങ്ങളുടെ എനർജിയെ പറ്റി യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒരു 6 കാർഡ് സ്പ്രെഡ് എടുക്കാമേ. യൂണിവേഴ്സ് നമ്മളോട് എന്താണ്, എന്ത് മെസ്സേജാണ് നമുക്ക് പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് 8 ഓഫ് സോർട്സിന്റെ എനർജിയാണ് എന്ന് പറഞ്ഞാൽ മാനസികമായി ഒത്തിരി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ കാണിച്ചു തരുന്നത്. 8 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചിന്തകൾ കൊണ്ട് മാനസികമായി ഒത്തിരി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് 8 ഓഫ് സോർഡ് കൊണ്ട് നമ്മൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തി മനസ്സിന് സന്തോഷമുള്ള ഒന്നും പ്രവർത്തിക്കാൻ മുന്നോട്ട് തൽപരയോ ആവത്തില്ല. അപ്പം യൂണിവേഴ്സ് പറയുന്നത് മാനസികമായി ഇപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഈ വ്യക്തി എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം മാനസികമായിട്ട് സുഖമില്ലെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ശരീരത്തിന്റെ പ്രോബ്ലം കൊണ്ടും മാനസികമായിട്ട് പ്രോബ്ലംസ് വരാം. അപ്പം ഈ വ്യക്തി മനസ്സിനുകൊണ്ട് ഒത്തിരി സന്തോഷത്തിലല്ല, മുന്നോട്ട് പല കാര്യങ്ങൾ ചെയ്യാനെന്നുമാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തത് 2 ഓഫ് സോർട്സിന്റെ 2 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 2 ഓഫ് വാൺസിന്റെ എനർജി പറയുന്നത് എന്റെ കയ്യിലുള്ള ഈ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ വസ്തു, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു പ്രഷ്യസായ വസ്തുവാകാം. ഇത് ഈ വ്യക്തിയെ ഏൽപ്പിക്കാൻ പറ്റുമോ, ഈ വ്യക്തി എന്നിലേക്ക് വരുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് യൂണിവേഴ്സ് 2 ഓഫ് വാൺസിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ആ വ്യക്തി ഓപ്പോസിറ്റ് വരാനുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് 4 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. അപ്പം ഈ വ്യക്തി ഒട്ടും പണം ചെലവഴിക്കാത്ത ഒരു എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ഒന്നിനും ചെലവഴിക്കാത്ത ഒരു എനർജിയാണ്. അപ്പം ഇപ്പൊ സപ്പോസ് ഒരു ഹെൽത്ത് പ്രോബ്ലംസ് വന്നപ്പോൾ ഈ വ്യക്തി ഒരു പൈസ കൊടുത്ത് ഒന്നും ഒരു റിക്കവറിക്കും ട്രൈ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ട് താനും, എല്ലാ സ്വത്തുക്കളും പണവും എല്ലാം ഉണ്ടെങ്കിലും ഈ വ്യക്തിയുടെ എനർജി എല്ലാം ഇങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിലാണ് 4 ഓഫ് പെന്റക്കിൾ എങ്കിൽ ആ വ്യക്തി ഓപ്പോസിറ്റുള്ള വ്യക്തിയെ പോകാനും അനുവദിക്കില്ല, ഇങ്ങനെ എന്നാ ഈ വ്യക്തി മുന്നോട്ട് വരികയോ അതുമില്ല, അങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ റിലേഷൻഷിപ്പിന്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനെ പിടിച്ച് അടക്കി വെച്ചിരിക്കുകയാണ്. പുറത്ത് വിടുമോ അതുമില്ല, ആ വ്യക്തി മുന്നോട്ട് വരുമോ അതുമില്ല, അങ്ങനത്തെ ഉള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. നാലാമത്തെ കാർഡ് 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ദാനധർമാദികളും ഒക്കെ ചെയ്യുന്ന ഒരു കാർഡാണ് 6 ഓഫ് പെന്റക്കിളിന്റെ എനർജി. അപ്പം എന്തോ ഒരു ആരോഗ്യ പ്രോബ്ലം വന്നിട്ട് മറ്റുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് ഇതിലൂടെ തരുന്നത്. എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലംസ് വന്നിട്ട് മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിക്കുന്ന ഒരു എനർജി. അപ്പം ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ കടം വാങ്ങിക്കുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തിയിൽ പണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പൈസ ഒത്തിരി എടുക്കുന്ന ഒരു എനർജിയാണ് 6 ഓഫ് പെന്റക്കിളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പം ഒരു അധികാര സ്വഭാവം എന്ന് പറഞ്ഞ നല്ല പവറിലായിരിക്കും എന്നാണ് ക്വീൻ ഓഫ് സ്വോർഡ്സിന്റെ എനർജി കാണിച്ചു തരുന്നത്. ഇന്ന് നല്ല പവർ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇന്ന് ഈ റീഡിംഗ് കാണുന്ന വ്യക്തി കാണുന്നത്. അപ്പോൾ ഈ ക്വീൻ ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ പവറുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അവര് പല കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർ ആജ്ഞാപിക്കുകയുള്ളൂ, നമ്മൾ താഴെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആജ്ഞയ്ക്കൊക്കെ നല്ല വാക്കുകൾക്കൊക്കെ നല്ല ഖനമായിരിക്കും, നമ്മളത് ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു വ്യക്തി ഇന്ന് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 9 ഓഫ് കപ്സിന്റെ എനർജി വരുന്നത് എല്ലാത്തിലും തൃപ്തിയായി. കപ്പിന്റെ എനർജി മെയിൻ ആയിട്ട്
സ്നേഹത്തെയാണ് കാണിക്കുന്നത്. സ്നേഹത്താൽ തൃപ്തനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നാനോസ്കോപ്പിലൂടെ കാണിച്ചു തരുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് ഇനി ഒന്നും വേണ്ട, ഇപ്പൊ ഉള്ള സമ്പാദ്യങ്ങളും ഇപ്പൊ ഉള്ള സ്നേഹവും സന്തോഷങ്ങളും കൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്ന് കാണിക്കുന്ന കാർഡാണ് നയൻ ഓഫ് കപ്പ്. അപ്പം ഇനി മുന്നോട്ട് ഒരു ആക്ഷനും എടുക്കണ്ട, ഉള്ളതിൽ ഞാൻ തൃപ്തനാണ് എന്ന് കൈകെട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ അതിലൂടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്, ഈ വ്യക്തി മുന്നോട്ട് ഇപ്പൊ ഇതുവരെയുള്ള കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുള്ളൂ. മുന്നോട്ട് ഈ വ്യക്തി ഒരു പണിയെടുക്കാനോ ഒരു ഹാപ്പിനെസ്സിനോ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ആ വ്യക്തി ഹാപ്പി ആയതുകൊണ്ട് മുന്നോട്ട് ഒരു ആക്ഷൻ എടുക്കാനും തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ, ഇപ്പൊ വരുന്ന സിറ്റുവേഷനിൽ സാമ്പത്തികമായാലും സ്നേഹമായാലും അയാൾക്കുള്ള സാഹചര്യമായാലും എന്തായാലും അയാൾ തൃപ്തനായതുകൊണ്ട് മുന്നോട്ട് ഈ വ്യക്തി മറ്റൊരു സിറ്റുവേഷനിലേക്ക് കാലെടുത്ത് വെക്കാൻ ഇപ്പൊ തയ്യാറല്ല എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഈ കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഇന്നത്തെ യൂണിവേഴ്സിന്റെ മെസ്സേജ് ഇതാണ്. നമുക്ക് ഒന്ന് ഏഞ്ചൽ റീഡിംഗ് കൂടെ നോക്കാം. രണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വിചാരിച്ചുള്ള ഏഞ്ചൽസ് എന്താണ് ഈ റീഡിങ്ങിനെ പറ്റി പറയുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഒരു സമയം അല്ല, ഇപ്പം സമയം ശരിയല്ല, കുറച്ചൊന്ന് ഡിവൈൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആണ്. നമ്മുടെ സിറ്റുവേഷനെ നമ്മൾ വിശ്വസിക്കുക, അല്ലാതെ ആരിലും നമ്മൾ അവിശ്വാസം വളർത്താതിരിക്കുക. അപ്പം ആ സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി പ്രപഞ്ചമായിട്ട് തന്നെ നമ്മളുടെ മുന്നിൽ കാണിച്ചു തരും. അതുവരെ നിങ്ങൾ ഇതിനെ വിശ്വസിക്കുക, ഇത് വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് ഏഞ്ചൽസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.